ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാർ പലപ്പോഴും നമ്മുടെ വീട്ടിൽ വന്ന് പല കാര്യങ്ങൾക്കും നമ്മളെ ക്ഷണിക്കാറുണ്ട്. അതായത് മാരേജ് ഫങ്ഷൻസ് മേ ബി ദെയർ, ദെൻ ഹോളി കമ്മ്യൂണിയൻ. ഇപ്പോൾ ഈ ഇടയ്ക്കെല്ലാം ഉള്ളതാണ് അല്ലേ ഹോളി കമ്മ്യൂണിയൻ. വാട്ട് ഈസ് ദാറ്റ്? ഈ ഹോളി കമ്മ്യൂണിയൻ ആദ്യ കുർബാന എന്ന് പറയും. പിന്നെ അതുപോലെ ഹൗസ് വാമിങ് മീൻസ് എന്ന് പറഞ്ഞാലോ നമ്മുടെ കയറിത്താമസം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മളെ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ക്ഷണിക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒന്നും പോയി നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്ന് വരുമല്ല അല്ലേ? അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്നാ പറയും, അയ്യോ സോറി എനിക്ക് വരാൻ പറ്റിയല്ലോ, ഞാൻ വരികയല്ല കേട്ടോ, എനിക്ക് ഒത്തിരി വിഷമമുണ്ട് നിങ്ങളുടെ ആ ക്ഷണം നിരസിക്കുന്നതിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല വാക്ക് പറഞ്ഞ് ഒഴിവാകും അല്ലേ? അതുപോലെ എന്നാൽ എല്ലാത്തിനും ഒന്നും നമ്മൾ പോകാതിരിക്കാൻ ഇല്ല. മിക്കവാറും ഉള്ളതിനെല്ലാം നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് അനുസരിച്ച് നമ്മൾ പോകും. അങ്ങനെയാണെങ്കിൽ അവരോട് ശരി ഞാൻ വന്നേക്കും, ഓക്കെ ഞാൻ അവിടെ ഉണ്ടായിരിക്കും, അങ്ങനെ പല രീതിയിൽ നമ്മൾ പ്രതികരിക്കും ഇല്ലേ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും പലരും വന്ന് പല ഫംഗ്ഷനും നമ്മളെ ക്ഷണിക്കാറുണ്ട്. നമ്മൾ പോകാറുണ്ട്, ചിലപ്പോൾ നമുക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെ അവരോട് പ്രതികരിക്കും എന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, കം ടു ദി ബോൾ. ഓക്കെ, ആദ്യമായിട്ട് നമ്മളെ ക്ഷണിക്കുന്നത് നമുക്ക് നിരസിക്കണ്ട. നമ്മൾ പറയുകയാണെങ്കിൽ എന്നാ പറയൂന്ന് നോക്കാം. ആദ്യമേ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുകയാണ്. നമ്മൾ എങ്ങനെ യെസ് യെസ് എന്ന് പറഞ്ഞാല് ഓ യെസ്, അല്ലെങ്കിൽ ഓക്കെ 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 ഐ വിൽ ബി ദേർ, ഐ വിൽ ബി ദേർ, ഓക്കെ ഐ വിൽ ബി ദേർ, ഓക്കെ ശരി ഞാൻ അവിടെ ഉണ്ടായിരിക്കും, ഓക്കെ ഐ വിൽ ബി ദേർ, ഞാൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ വാക്ക് കൊടുക്കുക. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ്? പോസിറ്റീവ് ആയിട്ടാണ് അല്ലേ? ഞാൻ അവിടെ ഉണ്ടായിരിക്കും, സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പോസിറ്റീവായിട്ടൊരു ആൻസർ കൊടുത്തു. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് പറയാം, നമുക്ക് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എനിക്ക് എത്രത്തോളം സാധ്യമാകും എന്നറിയത്തില്ല. കാരണം നമുക്ക് വേറെ പല പരിപാടി ഉണ്ട്. അന്നേരം നമ്മൾ പറയുക, എടാ ഞാൻ വരാന് മാക്സിമം ശ്രമിക്കാം, ഞാൻ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുന്നത്? ഞാൻ വരാൻ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു കം, വരുന്നതിന്, ടു കം. ഇത് ആദ്യമേ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളൊന്നും മറക്കരുതേ. ടു കം, വരുന്നതിന്. ഐ വിൽ ട്രൈ, ഞാൻ പരിശ്രമിക്കും. എങ്ങനെ? ട്രൈ മൈ ലെവൽ ബെസ്റ്റ്, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ വരുന്നതിനായിട്ട് ശ്രമിക്കുമെന്ന്. ഇതിന്റെ മീനിങ് ആണ് എന്റെ കഴിവിന്റെ പരമാവധി, എന്റെ കഴിവിന്റെ പരമാവധി, എന്റെ കഴിവിന്റെ പരമാവധി എന്ന് പറഞ്ഞ് എനിക്ക് വരണമെന്നുള്ള ആ അമിതമായ ആഗ്രഹം കാരണം എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ വരാൻ ശ്രമിക്കാം. വരുന്നതിന് വരാൻ ശ്രമിക്കാം എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ നമുക്കൊരു ആൻസർ പറയാം. ഇത് വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പറയാം യെസ് ഓക്കെ ഐ വിൽ ബി ദേർ, ശരി ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് ചെല്ലാൻ സാധിക്കുമോ എന്നൊരു ചെറിയ സംശയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു കം, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ വരാൻ വേണ്ടി ശ്രമിക്കാമെന്ന് പറയുക. അന്നേരം ഇത് രണ്ട് നെഗറ്റീവായിട്ടും അല്ല പോസിറ്റീവായിട്ടും അല്ലാത്ത രീതിയിൽ നമ്മൾ ആൻസർ കൊടുത്തു. ഇനി ഇൻ കേസ് നമുക്ക് ചെല്ലണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സാധിക്കുകയല്ല. അന്നേരം പറയുക സോറി ഐ കാണ്ട് കം, സോറി ഐ കാണ്ട് കം എന്ന് നമ്മൾ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാ. സോറി ഐ കാണ്ട് കം എന്ന് പറഞ്ഞാലോ, ക്ഷമിക്കണം എനിക്ക് വരാൻ സാധിക്കില്ല, ക്ഷമിക്കണം എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് നമ്മൾ അതിന്റെ
മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ ചെല്ലുകയില്ല എന്നുള്ള വിവരം, നമുക്ക് ചെല്ലുവാൻ സാധിക്കില്ല, നമ്മളവിടെ ഉണ്ടായിരിക്കില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ്, എനിക്ക് ഒരു അല്പം കൂടി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ പറയുവാണ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ക്ഷണം നിരസിക്കുന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഏതായാലും വന്ന് വിളിച്ചു, വരാൻ സാധിക്കാത്തതിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് അവരോട് പറയണം. അതെങ്ങനെ പറയാം നമുക്ക്? ഐ ആം സോറി തന്നെ പറയണം. ഐ ആം സോറി, എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. എന്തിന്? ടു റെഫ്യൂസ് എന്ന് പറഞ്ഞാല് നിരസിക്കുന്നതില്. ഐ ആം സോറി ടു റെഫ്യൂസ് എന്താണ് നമ്മൾ നിരസിക്കുന്നത്? യുവർ ഇൻവിറ്റേഷൻ. സോറി ടു റെഫ്യൂസ് യുവർ ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ ക്ഷണം. ഇൻവിറ്റേഷൻ. ഐ ആം സോറി ടു റെഫ്യൂസ് യുവർ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാലോ, താങ്കളുടെ ക്ഷണം നിരസിക്കുന്നതില്, താങ്കളുടെ ക്ഷണം നിരസിക്കുന്നതിൽ, റിഫ്യൂസ് നിരസിക്കുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്, എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും നമുക്ക് ചെല്ലണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ നമുക്ക് അവിടെ ചെല്ലുവാൻ സാധിക്കില്ല. ഇത് പറയുമ്പോഴും മനസ്സിലാകും അവർക്ക് നമ്മളുടെ സാന്നിധ്യം അന്നേ ദിവസം അവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. ഐ ആം സോറി ടു റെഫ്യൂസ് യുവർ ഇൻവിറ്റേഷൻ. താങ്കളുടെ ക്ഷണം നിരസിക്കുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. ബട്ട് വാട്ട് ക്യാൻ വി ഡു? വി കാൺട്ട് റീച്ച് ദെയർ. ദാറ്റ് ഈസ് ദി ഇന്നർ മീനിങ് ഓഫ് ദിസ്. ഇതല്ലാതെ നമുക്ക് വേറെ പല രീതിയിൽ കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്നാ വേറൊരു സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കാം. നമ്മളോട് വേറൊരാള് ചോദിക്കുക, നിങ്ങൾ അതിന് വരുമോ? വേറൊരാളുടെ അവന്റെ കല്യാണത്തിന് നീ വരുമോ, അല്ലെങ്കിൽ അവന്റെ ആ ഫംഗ്ഷന് നീ വരുമോ എന്ന് ചോദിക്കുക. അന്നേരം നമ്മൾ പറയുക, ഒറ്റ വാക്കിന് നമുക്ക് അവനോട് മറുപടി പറയാം. നേരിട്ട് വന്ന് വിളിക്കുന്നത് പോലെയല്ല, വേറൊരാളോട് നമുക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഐ വോണ്ട് കം എന്ന് പറഞ്ഞാല് ഐ വോണ്ട് കം, ഞാൻ വരില്ല. ഐ വോണ്ട് കം എന്ന് പറഞ്ഞാല് ഞാൻ വരില്ല, ഞാൻ വരികയല്ലെന്ന് പറയാ, ഞാൻ വരില്ലെന്ന് പറയാ. അത് നേരിട്ട് വന്ന് വിളിക്കുന്ന ആളോട് പറയുന്നതല്ല. വേറൊരാളുടെ ഒരു ഫംഗ്ഷന് നമ്മൾ വരുമോ എന്ന് ഒരാൾ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഐ വോണ്ട് കം, ഞാൻ വരികയല്ല. എന്നിട്ട് അവൻ ചോദിക്കുക വൈ നോട്ട്, എന്തുകൊണ്ടില്ല? വരികയല്ലെന്നോ, എന്തുകൊണ്ട് വൈ നോട്ട് എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും എന്തുകൊണ്ട് വരില്ല എന്ന് ചോദിക്കുക. എന്തുകൊണ്ട് വരില്ല എന്ന് ചോദിക്കും ചോദിക്കുന്നയാള്. ഞാൻ വരികയല്ലെന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയുമ്പോൾ എന്തുകൊണ്ട് വരില്ല എന്ന് തിരിച്ച് അന്വേഷിക്കാം. അന്നേരം നമുക്ക് പറയാം അവൻ എന്നെ വിളിച്ചില്ല, അവൻ വിളിക്കാതെ ഞാൻ എങ്ങനെയാ വരുന്നേ? അന്നേരം പറയുകയാണ് he didn't invite me. അന്നേരം അവൻ എന്നെ ക്ഷണിച്ചില്ല. he didn't invite me. അവൻ എന്നെ ക്ഷണിച്ചില്ല. അവൻ വിളിക്കാതെ ഞാൻ ചെല്ലേണ്ട കാര്യമുണ്ടോ? he didn't invite me. അവൻ എന്നെ ക്ഷണിച്ചില്ല എന്ന് ഒരു മറുപടി പറയാം. അവൻ എന്നെ ക്ഷണിച്ചില്ല. ഇത് പറയുന്നത് ഓർത്തോണം, നമ്മള് വരുന്ന ആളോട് നേരിട്ട് പറയുന്ന കാര്യമല്ല, വേറൊരാള് ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്. ഒരാളുടെ ഒരു ഫംഗ്ഷന് പോകുന്നതിനെ കുറിച്ച് വേറൊരാള് നമ്മളോട് ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഇത്. ഐ വോണ്ട് കം എന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല. വൈ നോട്ട് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് വരില്ല എന്ന് ചോദിക്കുമ്പോൾ ഹി ഡിഡിന്റ് ഇൻവൈറ്റ് മീ, അവൻ എന്നെ ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ വരികയില്ല എന്ന് ഒരു കാര്യം പറയാം. ഇങ്ങനെ നമുക്ക് മറുപടി പറയാം. ഇത് ഏതെല്ലാം കാര്യത്തിനായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പുതിയ വാക്കുകളുണ്ടോ ഇതിന്റെ അകത്ത്? ഹൗസ് വാമിംഗ്. ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ദിസ്? ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് വാമിംഗ് മീൻസ് കയറി താമസം എന്ന് നമ്മൾ പറയല്ലേ, കയറി താമസം എന്ന് പറയും. അതായത് പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ പുതുതായിട്ട് ഫംഗ്ഷനൊക്കെ നടത്തി കയറി താമസം എന്ന് നമ്മൾ പറയുന്നത്. കയറിക്കൂടലൊക്കെ ഇല്ലേ, അതാണ് ഈ കയറി താമസം. പിന്നെ നമ്മളെ വിളിക്കുന്നതാണ് എന്നത് ഹോളി കമ്മ്യൂണിയൻ. നിങ്ങൾ ഉണ്ടോ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ? ഹോളി കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം നമ്മൾ ഇവിടെയൊക്കെ ഈ ഏപ്രിൽ മാസത്തിലൊക്കെ ആകുമ്പോൾ ഉള്ളതാണ്. എന്ത്? ആദ്യ കുർബാന എന്ന് പറയും.
അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യ കുർബാനയ്ക്ക് വിളിക്കും അല്ലേ. അതുപോലെ പിന്നെ നമ്മളെ വിളിക്കാൻ സാധ്യതയുള്ളതാണ് മാര്യേജ് ഫംഗ്ഷൻ ഈസ് ദെയർ. ദെൻ മാര്യേജിന് മുമ്പ് എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കാം. എൻഗേജ്മെന്റ് എന്തെന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് എന്താണ്? കല്യാണം ഉറപ്പീരല്ലേ. എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ എല്ലാം ക്ഷണിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് വേറൊരാൾ അന്വേഷിക്കുമ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, ഈ പറഞ്ഞെടുത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചെടുത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, let's wait for the next class and see you again in the next class. Goodbye till we meet again in the next class.